ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു തന്റെ പ്രാണൻ മറുവിലയായി കൊടുത്തു വീണ്ടെടുത്ത ബഹുമാന്യ ദൈവകുഞ്ഞുങ്ങൾ, കർത്താവിന്റെ കരങ്ങളിൽ അതിശക്തമായി ഉപയുക്തരാകുന്ന അഭിഷിക്ത ശുശ്രൂഷക വൃന്ദം, ഭാരപ്പെടുന്ന വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി അറിയിച്ചിട്ട് പ്രതീക്ഷയോടെ മറുപടിക്കായി കാത്തിരിക്കുന്ന സഹോദരങ്ങൾ, മുടങ്ങാതെ ഈ സന്ദേശം കേൾക്കുകയും ആവശ്യമായ പ്രോത്സാഹനവും മാർഗനിർദ്ദേശങ്ങളും നൽകി എന്നെ സഹായിക്കുന്ന സുവിശേഷ സ്നേഹികളായ ദൈവകുഞ്ഞുങ്ങൾ, ആദ്യമായി എല്ലാ ബഹുമാന്യ ശ്രോതാക്കളെയും ദൈവപുത്രന്റെ ധന്യനാമത്തിൽ സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു. സ്തോത്രം. 7 ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ച സ്വർഗീയ സന്ദേശം, അത് പ്രിയപ്പെട്ടവർക്ക് ആശ്വാസവും അനുഗ്രഹവുമായെന്ന് കേൾക്കാൻ ഇടയായതോർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുന്നു. പ്രസ്തുത ചിന്തയുടെ സമാപന ഭാഗത്തേക്ക് പ്രവേശിക്കാൻ കൃപയിൽ ആശ്രയിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യമാണ് നാം പ്രാർത്ഥനയോടെ ധ്യാനിക്കുന്നത്. ഈ വാക്യത്തിന്റെ ഉള്ളടക്കം ലളിതമായിട്ട് പറഞ്ഞാൽ അത് ഏകദേശം ഇപ്രകാരമായിരിക്കും: നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എന്റെ വചനം കാത്തതുകൊണ്ടും എന്റെ നാമത്തെ നിഷേധിക്കാത്തതുകൊണ്ടും ഞാൻ നിന്റെ മുൻപിൽ ആർക്കും അടയ്ക്കാനാവാത്ത ഒരു വാതിൽ തുറക്കാൻ പോകുകയാണ്. ദൈവത്തിന് മഹത്വം. അല്പകാര്യങ്ങളെ തുച്ഛീകരിക്കാത്ത ദൈവം അല്പം കൊണ്ട് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം തിരുവെഴുത്തിലൂടെ കണ്ടത്. ഇന്ന് ചില കാര്യങ്ങൾ കൂടി ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പ്രാർത്ഥനയോടെ ദൈവശബ്ദത്തിനായിട്ട് കാതോർക്കാം. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അഭിഷിക്തനായ ശമൂവേൽ ഇരുന്ന് കരയുന്നു. എന്താ കാര്യം? തന്റെ കയ്യാൽ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ശൗൽ രാജസ്ഥാനത്തുനിന്നും നീക്കപ്പെട്ടിരിക്കുന്നു. ദൈവം പറഞ്ഞതാ ഈ വാക്ക്. അത് കേട്ട അഭിഷിക്തൻ കരയുന്നത്. യഹോവയോട് ചോദിക്കുന്നു, ഞാൻ ശൗലിനെ രാജസ്ഥാനത്ത് നീക്കിയതോർത്ത് നീ എത്ര നാൾ ദുഃഖിക്കും, എത്ര നാൾ കരഞ്ഞുകൊണ്ടിരിക്കും? മക്കളെ, ഇന്ന് ദൈവത്തിന് നിന്നോട് ചോദിക്കാനുള്ളത് ഇത് തന്നെയാ. എത്ര നാൾ നീങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും? എത്ര നാൾ നീ താളിക്കുകയും കൊടുത്തോണ്ടിരിക്കും? ഒരു പരിഹാരം വേണ്ടേ? അടുത്ത വാക്യത്തിൽ പരിഹാരമുണ്ട്. നീ നിന്റെ തൈലക്കൊമ്പിൽ അഭിഷേക തൈലം നിറയ്ക്കുക. നിലവിളി മാറാൻ കുഞ്ഞേ, ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. ഒന്നുകൂടി നിറയാൻ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ കണ്ണുനീര് മാറും. ശമൂവേലേ, നീ വിചാരിച്ചു ശൗല് പോയതോടുകൂടി എല്ലാം തീർന്നു. ശൗൽ അഭിഷേകത്തിൽ നിന്ന് വീണു പോയാൽ തീരുന്നതല്ല മക്കളെ എന്റെ പദ്ധതി. കുഞ്ഞെ, ഞാൻ നിശ്ചയിക്കുന്നത് വരെ എന്റെ പദ്ധതിക്ക് അവസാനമുണ്ടാകയില്ല. ഞാൻ തീർന്നെന്ന് പറയാത്ത കാലത്തോളം നിന്റെ ശുശ്രൂഷ ശോഭിച്ചുകൊണ്ടേയിരിക്കും. കഴിഞ്ഞു എന്ന് ദൈവം പറയാത്ത കാലത്തോളം നിന്റെ ബിസിനസ്സിന് ഭാവിയുണ്ട് മക്കളെ. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭാവിയുണ്ട്. ശരീരവും മനസ്സും ക്ഷീണിച്ചതുകൊണ്ട് ഇനി മുന്നോട്ടില്ലെന്ന് കരുതുന്ന ദൈവവൈതലേ, നിനക്കിനിയും ഒത്തിരി പോകാനുണ്ട്. തീർന്നു എന്ന് ദൈവം പറയാത്ത കാലത്തോളം നിന്റെ വേല തീരത്തില്ല. ഒഴിഞ്ഞ തൈലക്കൊമ്പ് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കാതെ ഒന്നുകൂടി നിറയാൻ ഏൽപ്പിച്ചു കൊടുത്താൽ എന്റെ ഹൃദയപ്രകാരമുള്ളവനെ അഭിഷേകം ചെയ്യാൻ ഞാൻ നിന്നെ അയക്കും. ദൈവത്തിന് സ്തോത്രം. വരണ്ടുപോയ തൈലക്കൊമ്പ് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കാതെ പരിശുദ്ധാത്മാവെന്ന അനന്ത തൈലം നിന്നിൽ നിറയാൻ, നിന്റെ കൈകളിൽ വ്യാപരിക്കാൻ, അധരങ്ങളിൽ വ്യാപരിക്കാൻ, കണ്ണുകളിൽ ആത്മശക്തി വ്യാപരിക്കുവാൻ, കാതുകളെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ചിലതിനെ പാപത്തിന്റെ കൊടുങ്കാട്ടിൽ നിന്ന് പൊക്കിയെടുത്ത് രാജസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ നിന്നെ വീണ്ടും അയക്കും. സ്തോത്രം. ആരാലും പരിഗണിക്കപ്പെടാതെ അവഗണന അനുഭവിക്കുന്ന ചിലരെ അഭിഷേകം ചെയ്ത് ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിന്നെ കൊണ്ട് ചെയ്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. മക്കളെ, ദൈവം പറയാതെ നീ തീരുകയില്ല. വൈദ്യശാസ്ത്രം തീർന്നു എന്ന് വിധി എഴുതിയാലും മഹാവൈദ്യനായ ദൈവം പറയാതെ തീരത്തില്ല കേട്ടോ. പരിശോധനാ ഫലം എഴുതിയ കടലാസ് നോക്കി നീ പറയുക കഴിഞ്ഞു, ഇനി പ്രതീക്ഷയില്ല. ഇല്ല മക്കളെ, ദൈവം നിന്നോട് പറയുന്നു, കഴിഞ്ഞിട്ടില്ല, ഇനിയും നിനക്ക് മുന്നോട്ട് പോകാനുണ്ട്. നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ പൂർണ്ണമാകാതെ ദൈവം ഫുൾ സ്റ്റോപ്പ് ഇടത്തില്ല. ദൈവത്തിന് മഹത്വം. ഇനി ഒന്നിനും കഴിയില്ലെന്ന് പറഞ്ഞ് നിരാശയോടിക്കുന്ന ദൈവദാസനെ, ചരിത്രം വീണ്ടും ആവർത്തിക്കാനല്ല, ചരിത്രം മാറ്റി എഴുതാനുള്ള ജീവിതങ്ങളെ ദൈവത്തിങ്കലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുവാൻ നീ ഇനിയും ഓടേണ്ടതുണ്ട്. കേട്ടു തഴമ്പിച്ചതല്ല, കണ്ടു പഴകിയതല്ല, പുതിയ ചിലത് നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, പഴയ നിയമകാലത്ത് കൊമ്പിലും പാത്രത്തിലും ഭരണിയിലുമൊക്കെ അഭിഷേക തൈലം നിറയ്ക്കുമായിരുന്നു. എന്നാൽ കുഞ്ഞെ, ഈ അന്ത്യകാലത്ത് വിശ്വസിക്കുന്ന നിന്നെയാണ് തൈലക്കൊമ്പായി ദൈവം ഉപയോഗിക്കുന്നത്. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ ആകുന്ന കൊമ്പിൽ തൈലം നിറയ്ക്കാൻ തയ്യാറായാൽ നീ കൈവയ്ക്കുന്ന രോഗികൾ സൗഖ്യമാകും, കൈ കൊടുക്കുന്ന വ്യക്തികൾ ആത്മാവിൽ നിറയും, കാലുകുത്തുന്ന ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നീ സഞ്ചരിക്കുന്ന ദേശങ്ങൾ വിടുവിക്കപ്പെടും, നീ നോക്കി
വാക്കിയാൽ ആത്മാക്കൾ വിവേചിക്കപ്പെടും. സ്തോത്രം. നിരാശയുടെ ആത്മാവ് അഭിഷേകത്തിന്റെ ശക്തിയാൽ മുറിഞ്ഞു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവിൽ നിന്ന് പ്രാപിച്ച ആലോചനയുമായി ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ട കാലത്ത് സ്തോത്രം, നിരാശ പൊതിഞ്ഞവനായി മുറിയിൽ ഒതുങ്ങിപ്പോയ ജീവിതമേ നിന്നെ വീണ്ടും നിറയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ അനുവദിക്കാതെ തളച്ചിട്ട ശത്രുവിന്റെ കേട്ടുകളെ യേശുവിന്റെ നാമത്തിൽ വെട്ടിമാറ്റി ദൈവം നിന്റെ നാവിനെ സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലാക്കി മാറ്റുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവപുത്രന്റെ മഹത്വത്തിനായി തൂലിക ചലിപ്പിക്കേണ്ട നിന്നെ ശത്രു നിരാശപ്പെടുത്തിയ സ്ഥാനത്ത് അനുവാചകരിൽ ആത്മാവിന്റെ ആലിക്കത്തലുളവാക്കുന്ന അനുഗ്രഹീത ഗ്രന്ഥങ്ങളുടെ രചയിതാവാക്കി ദൈവം നിന്നെ മാനിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുക. ഹല്ലേലൂയ. കുഞ്ഞെ, തിരുനാമ കീർത്തനം പാടി ദൈവജനത്തെ ആരാധനയുടെ ഉന്നത സോപാനത്തിലേക്ക് നയിക്കാൻ യുഗങ്ങൾക്ക് മുമ്പ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാ. പക്ഷേ ഒരു പടി പോലും ഉയരാനാവാതെ തളച്ചുട്ടിരിക്കുന്ന ബന്ധനങ്ങൾ കത്തിമാറി നീ ശുശ്രൂഷയിൽ മുന്നേറുമെന്നുള്ള ദൈവാലോചന വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ മക്കളെ, നീ ദൈവപ്രവൃത്തി കാണുക തന്നെ ചെയ്യും. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. നീയാകുന്ന കൊമ്പിൽ ദൈവം തൈലം നിറയ്ക്കാൻ പോകുകയാ. ദൈവശബ്ദം തിരിച്ചറിയാൻ നിന്റെ ചെവിയിൽ തമ്പുരാൻ തൈലം നിറയ്ക്കും. ആത്മാക്കളെ വിവേചിക്കാൻ ദൈവം നിന്റെ കണ്ണിൽ അഭിഷേക തൈലം നിറയ്ക്കും. അവൻ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് നിന്റെ കരങ്ങളെ അഭിഷേകം ചെയ്യും. സ്വർഗീയ മർമ്മങ്ങൾ പ്രസ്താവിക്കുവാൻ ദൈവം നിന്റെ ആധരങ്ങളെ അഭിഷേകത്താൽ അലങ്കരിക്കും. ഹല്ലേലൂയ. മകളെ, നീ നിറയപ്പെട്ടാൽ നിനക്കു മാത്രമല്ല ദൈവസഭയ്ക്കും അനുഗ്രഹമാണ്, കുടുംബങ്ങൾക്ക് അനുഗ്രഹമാണ്, നീ സഞ്ചരിക്കുന്ന ദേശങ്ങൾക്ക് അനുഗ്രഹമാണ്. കുഞ്ഞെ, നീ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്നുള്ളതല്ലാതെ സ്വർഗീയ അനുഗ്രഹം പ്രാപിക്കാൻ മറ്റൊരു കുറുക്കുവഴിയില്ല. ദൈവത്തിന് സ്തോത്രം. മതികർത്താവേ, അങ്ങനെ നിലവിളിക്കുന്ന മതികർത്താവ് എന്ന് പറഞ്ഞ് ഭവനത്തിൽ ഒതുങ്ങിപ്പോയവർ ശക്തിയോടെ കുതിച്ചെഴുന്നേൽക്കുന്ന ദിനങ്ങൾ വരുന്നെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തികളെ തൊട്ട് ആലോചന പറയുന്നു. സ്തോത്രം. ശൗൽ അഭിഷേകം നഷ്ടപ്പെടുത്തി രാജസ്ഥാനത്തുനിന്ന് വീണപ്പോൾ നെഞ്ചുരുകി കരഞ്ഞുകൊണ്ടിരുന്ന ശമൂവേലിനോട് ദൈവം പറയുന്നു, നീ കരച്ചിൽ മതിയാക്കി കൊമ്പിൽ തൈലം നിറച്ച് ബേത്ലഹേമിലേക്ക് പോവുക. അവിടെയുള്ള ഇശായിയുടെ മകനിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. അവൻ രാജാവാകുമെന്നല്ല, അവനിൽ ഞാൻ രാജാവിനെ കണ്ടിരിക്കുന്നു. ശമൂവേൽ ദൈവാലോചന പ്രകാരം കൊമ്പിൽ തൈലവും നിറച്ച് പുറപ്പെട്ടു. ഇശായിയുടെ വീട്ടിലെത്തി. ശമൂവേൽ വരുന്നത് അറിഞ്ഞതേ ഇശായി തന്റെ മക്കളെയെല്ലാം പട്ടാളത്തിൽ നിന്ന് അവധിക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഫെലിസ്ത്യരുമായി യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അവരെല്ലാം അവധിയെടുത്ത് വീട്ടിൽ വന്നു. അവർക്കറിയാം ശമൂവേൽ വന്നാൽ അവിടെ അഭിഷേകത്തിന്റെ ശുശ്രൂഷ നടക്കും. സ്തോത്രം. ശമൂവേൽ പ്രവാചകൻ വരുന്നെന്ന് കേട്ടപ്പോൾ മുതൽ ഇശായിയുടെ ഭവനം ഒരു വലിയ അഭിഷേകത്തിന്റെ ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കത്തോടെ കാത്തിരിക്കുകയാണ്. 1 ശമൂവേൽ 16:6 ഇശായി അഭിമാനത്തോടും പ്രതീക്ഷയോടും മൂത്തവൻ തുടങ്ങി മക്കളെ ഓരോരുത്തരെയായി ശമൂവേലിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. പട്ടാളക്കാരനായ മൂത്തമകൻ ഏലിയാബിന്റെ യോഗ്യത കണ്ടപ്പോ ശമൂവേൽ അറിയാതെ പറഞ്ഞുപോയി, ഇതാ യഹോവയുടെ അഭിഷിക്തൻ. പക്ഷെ ദൈവം ഇടപെട്ട് കേട്ടോ, നീ അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്. മനുഷ്യൻ കാണുന്ന പോലല്ല ഹൃദയങ്ങളെ നോക്കുന്ന ദൈവം കാണുന്നത്. ശമൂവേൽ തൈലക്കൊമ്പ് പെട്ടെന്ന് പിൻവലിച്ചു. കാരണം ഇത് പൊക്കമുള്ളവന്റെ തലയിൽ ഒഴിക്കാനുള്ളതല്ല, സൗന്ദര്യമുള്ളവരുടെ തലയിൽ ഒഴിക്കാനുള്ളതല്ല. നിർമ്മല ഹൃദയത്തിന്റെ ഉടമയായി ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ നിത്യനിർണയപ്രകാരം തമ്പുരാൻ വിളിച്ചു വേർതിരിച്ചവരുടെ മേൽ പകരാനുള്ളതാ അഭിഷേകത്തിന്റെ തൈലം. സ്തോത്രം. 7 മക്കളുടെയും ശമൂവേലിന്റെ മുൻപിൽ കൊണ്ടുവന്നു. ആരെയും ദൈവം തെരഞ്ഞെടുത്തില്ല. ശമൂവേൽ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇനി നിനക്ക് മക്കൾ വല്ലവരും ഉണ്ടോ എന്ന് ചോദിക്കേണ്ടി വന്നു. അപ്പോഴാ പറയുന്നത്, ഇനിയൊരുത്തനുണ്ട്. അതിനു മുമ്പ് അമ്മയോ അപ്പനോ സഹോദരങ്ങളോ ആരും പറഞ്ഞില്ല. വീട്ടിൽ വിരുന്നിന് വന്നിരുന്ന പട്ടണക്കാരിൽ ഒരുത്തനും പറഞ്ഞില്ല. ദൈവദാസൻ അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നു, നിന്റെ മക്കൾ എല്ലാവരും ആയോ? ഇനി ഒരുത്തനുണ്ട് എന്ന് പറഞ്ഞാൽ എടുത്തു പറയാൻ യോഗ്യതയൊന്നുമില്ലാത്ത ഒരുത്തനുണ്ട്. ആടിനെ മേയ്ക്കുന്നവൻ. മാതാപിതാക്കളോ സഹോദരങ്ങളോ അവനിൽ യോഗ്യതയൊന്നും കണ്ടില്ലെങ്കിലും ദൈവം അവനിൽ കണ്ട യോഗ്യതകൾ അറിയണോ പ്രിയപ്പെട്ടവരെ? അത് 16-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നോക്ക്. പവിഴ നിറമുള്ളവൻ, സുനേത്രൻ, കോമളരൂപി. 18-ാം വാക്യം നോക്ക്. കിന്നര വായനയിൽ നിപുണൻ, പരാക്രമശാലി, യോദ്ധാവ്, വാക്ചാതുര്യമുള്ളവൻ, കോമളൻ. ഇതിനെല്ലാം ഉപരിയായ മറ്റൊരു യോഗ്യത, ഏറ്റവും ശ്രേഷ്ഠമായ യോഗ്യത, യഹോവയും അവനോട് കൂടെയുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. മക്കളെ, ഹല്ലേലൂയ. പക്ഷെ അങ്ങനെയുള്ളവനെ അപ്പനും അമ്മയും സഹോദരങ്ങളും ഒന്നിനും കൊള്ളാത്തവനെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ആ സാഹചര്യത്തിൽ ദാവീദ് തന്റെ കവിത കുറിച്ചു. എന്താ? അപ്പനും അമ്മയും എന്നെ തള്ളിക്കളഞ്ഞു, എങ്കിലും യഹോവ എന്നെ
നിന്നെ ചേർത്തുകൊള്ളും. ദൈവം പറയുന്നു, നിനക്കല്പമേ ശക്തിയുള്ളെങ്കിലും നീ എന്റെ വചനം കാത്തു. കുഞ്ഞേ, മനുഷ്യൻ നിന്നെ തള്ളിക്കളഞ്ഞതാണ് ദൈവം നിന്നിൽ കണ്ട യോഗ്യത. നിന്റെ പേര് ലിസ്റ്റിൽ നിന്ന് വെട്ടിയതാ സ്വർഗം കണ്ട യോഗ്യത. ലോകം നിന്നെ നോക്കി പഠിപ്പില്ലാത്തവൻ, കഴിവില്ലാത്തവൻ, ഒന്നിനും കൊള്ളാത്തവൾ, പാരമ്പര്യമില്ലാത്തവർ, സാമ്പത്തിക ഭദ്രയില്ലാത്തവൻ, നിറമില്ലാത്തവൾ എന്ന് പറഞ്ഞു മാറ്റി നിർത്തി. എങ്കിൽ മക്കളെ, ദൈവം നിന്നിൽ പല യോഗ്യതകളും കണ്ടിട്ടുണ്ട്. ഉറ്റവർ നിന്നെ ഒറ്റപ്പെടുത്തിയതാ ദാവീദേ, ദൈവം നിന്നിൽ കണ്ട യോഗ്യത. അപ്പോൾ ഒത്തിരി യോഗ്യതകളുണ്ടെന്ന് പറഞ്ഞ് സഹോദരന്മാരുടെ എല്ലാം നടുവിൽ വെച്ച് ദൈവം എല്ലാവരും തള്ളിക്കളഞ്ഞ ദാവീദിനെ അഭിഷേകം ചെയ്തു. ദാവീദ് തന്റെ കവിതയിൽ ഇങ്ങനെ കുറിച്ചു: ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു. ദാവീദിനോട് ചോദിക്കാൻ, ദൈവത്തിനു വേണ്ടി കാത്തുകാത്തിരിക്കാൻ നിന്നെ പ്രേരിപ്പിച്ച ഘടകമെന്താ? ഉത്തരം: ഒരിക്കലെല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞപ്പോൾ ദൈവം എനിക്ക് വേണ്ടി കാത്തിരുന്നു. താൻ കാട്ടിൽ നിന്ന് ചെല്ലുവോളം തന്റെ അഭിഷിക്തൻ എനിക്ക് വേണ്ടി കാത്തിരുന്നു. യോഗ്യതയുള്ളവരെല്ലാം നിലനിൽക്കുമ്പോൾ ദൈവം പറഞ്ഞു, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കില്ല. ഇവിടെ നിങ്ങൾ ഉണ്ടാക്കിയ വിഭവ സമൃദ്ധമായ വിരുന്ന് നഷ്ടമായാലും പ്രശ്നമല്ല. ഉണ്ണാൻ വന്നിരിക്കുന്ന മൂപ്പന്മാരുടെ മുഖം കറുത്താലും എനിക്ക് പ്രശ്നമല്ല. ജ്യേഷ്ഠന്മാർ പട്ടാളത്തിലേക്ക് മടങ്ങിപ്പോയാലും പ്രശ്നമല്ല. നിങ്ങളെല്ലാവരും തള്ളിക്കളഞ്ഞ ദാവീദ് വന്നിട്ടല്ലാതെ ഇവിടെ അഭിഷേകം നടക്കത്തില്ല. നാം പന്തിക്കേയിരിക്കുകയുമില്ല. ആർക്കും വേണ്ടാത്ത എനിക്ക് വേണ്ടി ദൈവം കാത്തിരുന്നെങ്കിൽ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തുകാത്തിരിക്കും. എനിക്കുറപ്പുണ്ട്, അവനെങ്കിലേക്ക് ചാഞ്ഞു വന്ന് എന്റെ കണ്ണുനീരിനും മറുപടി നൽകും. ഹല്ലേലൂയ. ആളുവിട്ട് ദാവീദിനെ വിളിപ്പിച്ചു. കാട്ടിൽ നിന്നവൻ നടന്നു തളർന്നു വിയർപ്പിൽ കുതിച്ച വസ്ത്രങ്ങളുമായി, വിയർപ്പിൽ കുതിർന്ന വസ്ത്രങ്ങളുമായി ദാവീദ് വന്നപ്പോൾ അവന്റെ കയ്യിലൊരു പൊക്കണമുണ്ട്, അതിൽ ഇടയ സഞ്ചിയുണ്ട്. ആ സഞ്ചിയിൽ മിനുസമുള്ള 5 കല്ലുകളുണ്ട്, കവിണയുണ്ട്, ഒരു കാട്ടുവടിയുണ്ട്. ചീകിയൊതുക്കത്ത മുടിയും വാടിത്തളർന്ന കണ്ണുകളുമായി ദാവീദ് നിൽക്കുമ്പോൾ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ദൈവം അവനെ അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. ദാവീദിനെ കണ്ടപ്പോൾ ദൈവാത്മാവ് ശമൂവേലിനോട് പറഞ്ഞിരിക്കാം, ഇവനെയാ ഞാൻ തെരഞ്ഞെടുത്തത്, ഇവനിലാണ് ഞാനൊരു രാജാവിനെ കണ്ടത്. ദൈവത്തിന് സ്തോത്രം. തൈലക്കൊമ്പിൽ തൈലം തിളച്ചു. വസ്ത്രം മാറാൻ പോലും സമയം കൊടുത്തില്ല. കൊമ്പിൽ നിറച്ച തൈലം കൊണ്ട് ശമൂവേൽ അവനെ അഭിഷേകം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിൽ നാം വായിക്കുന്നത് പോലെ അഭിഷേക തൈലം അഹരോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് വസ്ത്രത്തിന്റെ വെളുമ്പ് വരെ ഒഴുകിയതുപോലെ അവന്റെ തലയിൽ നിന്ന് തന്റെ വസ്ത്രത്തിലേക്ക്, കവിണയിലേക്ക്, ഇടയസഞ്ചിയിൽ കിടക്കുന്ന കല്ലുകളിലേക്കൊക്കെ, കയ്യിലിരിക്കുന്ന വടിയിലൊക്കെ ഈ തൈലം പുരണ്ടിരിക്കാം. അഭിഷേകം നഷ്ടപ്പെടുത്തിയിട്ടും രാജസ്ഥാനത്ത് തുടരുന്ന ശൗൽ ഗോലിയാത്തിനെ ഭയന്ന് കോട്ടയിൽ കയറി ഒളിച്ചപ്പോൾ അഭിഷേകം നിറഞ്ഞ ദാവീദ് ശത്രുവിനെ എതിർക്കാനായിട്ട് പുറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. യോഗ്യന്മാരും ബലവാന്മാരും പിന്നോട്ട് മാറിയപ്പോൾ അഭിഷിക്തൻ ശത്രുവിന്റെ വെല്ലുവിളി ഏറ്റെടുത്തു. അല്പമാത്രം ശക്തിയുള്ളവന്റെ മുൻപിൽ ദൈവം വാതിൽ തുറക്കുകയാണ്. വചനം കാത്തവന്റെ മുൻപിൽ ദൈവം സിംഹാസനത്തിലേക്കുള്ള വഴി തുറക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ. 1 ശമൂവേൽ 17:28. അഭിഷേകമുള്ളവൻ അടരാടാൻ മുന്നോട്ട് വന്നപ്പോ മൂത്ത ചേട്ടൻ ഏലിയാബിന്റെ വാക്ക് കേട്ടോ, മരുഭൂമിയിൽ കുറെ ആടിനെ ഉള്ളതവിടെ വിട്ടിട്ട് കഴിവില്ലാത്ത നീ പട കാണാൻ വന്നതാണോ? നീ കഴിവില്ലാത്തവനാ. ചേട്ടന്റെ വാക്ക. അഭിഷേകം പ്രാപിച്ചെങ്കിലും ചേട്ടനവന് വില കൽപ്പിച്ചില്ല. ഇനി 17:33 നോക്ക്. രാജാവായ ശൗല് പറയുന്നു, ഇവനോട് യുദ്ധം ചെയ്യാൻ നിനക്ക് പ്രാപ്തിയില്ല. അവൻ ബാല്യം മുതൽ യോദ്ധാവാ. ശൗല് ഗോലിയാത്തിന്റെ ബയോഡറ്റ ഉയർത്തിക്കാട്ടുകയാ. ശത്രുവിന്റെ വലിപ്പം കാണിച്ചു. നീ കഴിവില്ലാത്തവനാ, നീ പ്രാപ്തിയില്ലാത്തവനാ. 17:42 നോക്ക്. ഫെലിസ്ത്യനും അവനെ നിന്ദിച്ചു. നിന്നയുടെ അപകടങ്ങളുടെ നടുവിൽ നിന്നിട്ടും അഭിഷേകമുള്ളവൻ പതറിയില്ല. കുഞ്ഞേ, മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിന്റെ മേൽ പകർന്ന അഭിഷേകത്തെ തുച്ഛീകരിക്കരുത്. വിശ്വാസത്തോട് പറയണം. ആരൊക്കെ എതിർത്താലും തള്ളിക്കളഞ്ഞാലും ശത്രു നിന്ദിച്ചാലും എന്നെ വിളിച്ചവനെ എനിക്കറിയാം. എന്നിൽ തിളയ്ക്കുന്ന അഭിഷേകത്തിന്റെ മൂല്യം എനിക്കറിയാം. സ്തോത്രം. ചേട്ടൻ കുറ്റം പറഞ്ഞാൽ ഒഴുകിപ്പോകുന്നതല്ല ഞാൻ പ്രാപിച്ച അഭിഷേകം. നാട്ടുകാർ പരിഹസിച്ചാൽ തീരുന്നതല്ല ഞാൻ പ്രാപിച്ച അഭിഷേകം. നീ എന്റെ നേരെ ഈ വടിയും കൊണ്ടുവരാൻ ഞാനെന്താ നായാണോ? ഗോലിയാത്ത് ചോദിക്കുക. ഗോലിയാത്തെ, നീ ഈ വടിയുടെ യോഗ്യത നിനക്ക് അറിയത്തില്ല. ഇത് അഭിഷേകത്താൽ കുതിർന്ന വടിയ. സ്തോത്രം. മക്കളെ, നിന്റെ പേരിൽ പകർന്ന അഭിഷേകത്തിന്റെ മൂല്യം മറ്റുള്ളവർ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഇന്നുവരെ നീ തിരിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ധൈര്യത്തോടെ വിശ്വാസത്തോടെ പറയണം, ദൈവം തന്ന ഈ കൃപ മതി. ഈ മിനുസമുള്ള 5 ചെറിയ കല്ല് മതി. അഭിഷേകം വേണ ഈ കൊച്ചു കവിട മതി. അല്പം കൊണ്ട് അതിശയം പ്രവർത്തിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. സ്തോത്രം.
40 ദിവസങ്ങളായി ശത്രു വെല്ലുവിളിക്കുന്നു. കുഞ്ഞെ, കാലങ്ങളായി വെല്ലുവിളിക്കുന്ന ശത്രു നിന്റെ മുൻപിൽ വീഴാൻ നിന്നിൽ പകർന്ന അഭിഷേകം മതി. മത്തായി 14:17. ഒരിക്കൽ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല. 5 അപ്പവും 2 മീനും ഉണ്ടെന്നല്ലാതെ വേറൊന്നുമില്ല. നിനക്ക് അല്പം ശക്തി ഉണ്ടോ? അത് ഉണ്ടെന്ന് സമ്മതിക്ക്. ദൈവം അല്പത്തെ അധികമാക്കും. കർത്താവെ, നീ സമ്മതിച്ചാൽ ശമരജാതിയെ മൊത്തം ആകാശത്ത് തീയിറക്കി കത്തിക്കാമെന്ന് പറഞ്ഞവരാ. പക്ഷേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഒരു ബാലന്റെ കയ്യിലുണ്ട് 5 അപ്പവും 2 മീനും. 5000 പുരുഷന്മാരുണ്ടെന്ന് എണ്ണമെടുത്തപ്പോൾ ഈ കുഞ്ഞിനെ എണ്ണിയതല്ല, പുരുഷന്മാരെ മാത്രമായി എണ്ണിയത്. മറ്റുള്ളവർ തഴഞ്ഞു കളഞ്ഞ ബാലന്റെ കയ്യില കർത്താവിന് പ്രയോജനപ്പെടാനുള്ള നന്മ, ആയിരങ്ങൾക്ക് തൃപ്തി വരാനുള്ള നന്മ കണ്ടെത്തിയത്. നമുക്കറിയാം, കുഞ്ഞുങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വാങ്ങിയെടുക്കാൻ വലിയ പ്രയാസമാണ്. ഒന്നുകിൽ കരയിച്ചു വാങ്ങണം, അല്ലെങ്കിൽ അവരെ കബളിപ്പിച്ച് വാങ്ങണം. നിഷ്കളങ്കരായ ദൈവകുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ഇത് തന്നെയാ ഇന്നും സംഭവിക്കുന്നത്. ഒന്നുകിൽ കബളിപ്പിച്ചും കരയിപ്പിച്ചുമൊക്കെ അവരുടെ കയ്യിലുള്ളത് വാങ്ങുകയാ. എന്നാൽ മനസ്സോട് ഈ കുഞ്ഞ് തന്റെ കയ്യിലുള്ളത് അന്ത്രയോസിന് കൊടുത്തു. അന്ത്രയോസ് അത് ഒറ്റയ്ക്ക് കഴിച്ചില്ല, കർത്താവിന്റെ കയ്യിൽ കൊടുത്തു. മത്തായി 14:20. എല്ലാവരും തിന്ന് തൃപ്തരായി. അല്പമേ ഉള്ളൂ, പക്ഷേ 1000 തൃപ്തി പ്രാപിച്ചു. 5000 പുരുഷന്മാർ കുടുംബസഹിതമുണ്ട്. എല്ലാവർക്കും തൃപ്തിയായി. എല്ലാവർക്കും നിറഞ്ഞെന്നല്ല മക്കളെ, എല്ലാവർക്കും തൃപ്തിയായി. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിലും 4 പേരും വ്യത്യസ്ത രുചിയുള്ളവരാണ്, രുചി ആഗ്രഹിക്കുന്നവരാണ്. ഒരാൾക്ക് രുചിയുള്ള ആഹാരം മറ്റുള്ളവർക്ക് തൃപ്തി വരുത്തണമെന്നില്ല. എന്നാൽ കർത്താവ് കയ്യിലെടുത്ത് വിളമ്പിയപ്പോൾ എല്ലാവർക്കും തൃപ്തരായി. എല്ലാവരും തൃപ്തരായി. 3 ദിവസമെങ്കിലും പഴക്കമുള്ള അപ്പമാ, 3 ദിവസത്തിന് മുമ്പ് വറുത്ത മീന, 3-ാം ദിവസം അതിന്റെ നിലവാരം എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്ക്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒന്നിനും കൊള്ളത്തില്ലെന്ന് ലോകം വിധി എഴുതിയ 3 ദിവസം പഴക്കമുള്ള അപ്പവും മീനും ബാലകന്റെ കയ്യിൽ നിന്ന് കർത്താവ് വാങ്ങി വിതരണം ചെയ്തപ്പോൾ അതെല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ശ്രേഷ്ഠമായ രുചികരമായ ഭക്ഷണമായി മാറി. എരിവ് വേണ്ടവർ പറഞ്ഞു തൃപ്തിയായി, നല്ല എരിവുള്ള അപ്പം. എരിവ് വേണ്ടാത്തവർ തിന്നിട്ട് പറഞ്ഞു അവൻ തൃപ്തിയായി, എരിവില്ലാത്ത അപ്പം. ഷുഗറുള്ളവർ അപ്പം കഴിച്ചിട്ട് പറഞ്ഞു തൃപ്തിയായി, മധുരമില്ലാത്ത അപ്പം. കുഞ്ഞുങ്ങൾ അപ്പം കഴിച്ചിട്ട് പറഞ്ഞു തൃപ്തിയായി, നല്ല മധുരമുള്ള അപ്പം. പ്രഷറുള്ളവർ അപ്പം കഴിച്ചിട്ട് പറഞ്ഞു തൃപ്തിയായി, എണ്ണ ചേർക്കാത്ത, എണ്ണയൊട്ടും ചേർക്കാത്ത അപ്പം. അവൻ പല്ലില്ലാത്തവർ ഈ അപ്പം കഴിച്ചിട്ട് പറഞ്ഞു തൃപ്തിയായി, എണ്ണ ചേർത്ത് മയപ്പെടുത്തിയ അപ്പം. മക്കളെ, ഒന്നിനും കൊള്ളത്തില്ല, അല്പമേ ഉള്ളൂ എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, നീ അങ്ങനെ പറയുന്ന കാര്യമുണ്ടല്ലോ, അത് കർത്താവിന്റെ കയ്യിൽ കൊടുക്കുമോ? 1000 സംതൃപ്തരാക്കാൻ ദൈവം അതുപയോഗിക്കും. ഇന്ന് പുലരിയിൽ കുഞ്ഞെ, നിന്റെ കയ്യിലുള്ളത് എന്താ? കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനുള്ള പ്രാപ്തിയാണോ ദൈവം നിനക്ക് തന്നത്? അത് മതിമക്കളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. യേശുവിന്റെ നാമത്തിൽ ദേശത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, നശിച്ചു പോകുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കണ്ണുനീരോടെ കരയാൻ, ഹല്ലേലൂയ, നിന്റെ മിഴികളിൽ ദൈവം നീര് നിറച്ചിട്ടുണ്ടെങ്കിൽ അത് മതിമക്കളെ. ഹല്ലേലൂയ, നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുവാൻ, സ്വർഗ്ഗത്തിനെ മാനിക്കാൻ അത് മാത്രം മതി. നിന്റെ കണ്ണുനീരിന് ദൈവം വില കൽപ്പിക്കും. കടഭാരങ്ങൾ, ബാധ്യതകൾ വളരെയായിരിക്കുന്നു. സ്തോത്രം. എന്താണൊരു പ്രതിവിധി എന്നറിയുന്നില്ല, എങ്ങനെ ഇതിൽ നിന്ന് കരകയറുമെന്നറിയുന്നില്ല. പലിശ പോലും അടയ്ക്കാൻ കഴിയാതായിട്ട് നാളുകളായിരിക്കുന്നു. എന്ത് സംഭവിക്കും, എന്ത് വന്നു ഭവിക്കുമെന്നറിയാതെ ഭാരത്തോടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ മേൽ പകർന്നിരിക്കുന്ന ഈ അഭിഷേകമുണ്ടല്ലോ, നിന്റെ മേൽ പകർന്നിരിക്കുന്ന ഈ അഭിഷേക തൈലമുണ്ടല്ലോ, അത് മതിമക്കളെ. ആ അഭിഷേകം നീ വിനിയോഗിച്ചാൽ, അഭിഷേകത്തിന്റെ ശക്തിയിൽ നീ പ്രാർത്ഥിച്ചാൽ, അഭിഷേകത്തിന്റെ ശക്തിയിൽ നീ ദൈവനാമത്തെ ഉയർത്തിയാൽ അതും മതി. ദൈവം നിന്നെ ഉയർത്തും. നിന്റെ ബുദ്ധിമുട്ടുകൾ അവിടുത്തെ മഹാധനത്തിനൊത്തവണ്ണം, ആമേൻ, ഹല്ലേലൂയ, മഹത്വത്തോടെ ദൈവം തീർത്തു തരും. സ്തോത്രം. വിശ്വസിക്കുമോ? ദൈവപ്രവൃത്തി വെളിപ്പെടും. രോഗിയാണോ? അവൻ വേദന സഹിച്ച് വലയുകയാണോ? ഹല്ലേലൂയ. മക്കളെ, നീ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയിൽ നീ പറ, രോഗമേ നീ മാറിപ്പോകാൻ ഞാൻ കൽപ്പിക്കുന്നു. നാളുകളായി എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗശക്തികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് നീ പറയാൻ തയ്യാറായാൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു. നീ പ്രതികൂലത്തിന് നടുവിലും എന്റെ വചനത്തിന് വേണ്ടി നിന്നു. അതുകൊണ്ട് മക്കളെ, ഞാൻ നിനക്കായി ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ഒരു വാതിൽ, സ്തോത്രം, നന്മയുടെ വാതിൽ, അനുഗ്രഹത്തിന്റെ വാതിൽ, അഭിവൃദ്ധിയുടെ വാതിൽ, സ്തോത്രം, തുറക്കാൻ പോവുകയാണ്. ഏൽപ്പിച്ചു കൊടുത്താട്ട്. കർത്താവേ, അവൻ ഞാൻ എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. എന്റെ ദൈവമേ, സ്തോത്രം, എന്നിൽ നീ പകർന്നിരിക്കുന്ന താലന്തുകൾ, അതിന് വിലയില്ലെന്നൊരുപക്ഷെ ഞാൻ കരുതിയിട്ടുണ്ടാകും.
എന്നോട് ക്ഷമിക്കണമേ. വചനത്തിലൂടെ എനിക്ക് ആ തിരിച്ചറിവുണ്ടാകുന്നു. ഞാനത് തിരുസന്നിധിയിൽ വയ്ക്കുകയാണ്. അങ്ങയുടെ നാമത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, തിരുനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി അതുപയോഗിക്കുവാൻ അങ്ങ് അനുഗ്രഹിച്ച് എനിക്ക് തരണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാമോ? ദൈവം എന്നെ അനുഗ്രഹിക്കും. ദൈവം നിന്നെ മാനിക്കും. കർത്താവിന് സ്തോത്രം. ഏൽപ്പിച്ചു കൊടുക്കും മക്കളെ. നീ അനുഗ്രഹ വിഷയമായി മാറും. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുവാൻ കുഞ്ഞെ ദൈവം നിന്നെ തന്റെ കരങ്ങളിലെടുക്കും. സ്തോത്രം. ഒരു നല്ല പുലരിയുടെ പുഞ്ചിരി കൂടി കാണാൻ അനുവദിച്ച മഹാദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും പ്രിയപ്പെട്ടവരോട് കർത്താവിന്റെ വചനം കൊണ്ട് അവൻ ശുശ്രൂഷ ചെയ്യാൻ മഹാദൈവം എനിക്ക് അവസരം നൽകിയല്ലോ. അതോർത്ത് കർത്താവിന് നന്ദി പറയുന്നു. എളിയ സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്. ദൈവകുഞ്ഞുങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഓർത്താലും നിങ്ങളുടെ പ്രാർത്ഥനാവിഷയങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം. നമ്പർ ഞാൻ ഓർപ്പിക്കുന്നു: 9072141834. ദൈവം അനുവദിച്ചാൽ വീണ്ടും നമുക്ക് വചനത്തിന്റെ വെളിച്ചത്തിൽ ഒരുമിച്ച് കൂടാമല്ലോ. അതുവരെ കൃപയുടെ തരങ്ങളിൽ ഭദ്രമായി പരിശുദ്ധാത്മാവ് സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം.